ഇന്ന് നമ്മൾ നെത്തോലിയും അതുപോലെ തന്നെ ചക്കക്കുരുവും വെച്ചിട്ടുള്ള ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയായിരുന്നു ഇത്. അപ്പോൾ എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഒരു 3-4 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം, ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 2 ചെറിയ ഉള്ളി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നെത്തോലി മീനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അധികം വേവൊന്നും ഇല്ലാത്ത മീനാണ്. നമ്മൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെക്കാം. നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീൻ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നുള്ളുപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ചക്കക്കുരു. ചക്കക്കുരും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അധികം നമ്മൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. കുറച്ചധികം കട്ടിയോട് കൂടിയാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ചും കൂടി വെള്ളം ഞാൻ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലേശം കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ സമയം ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്വീറ്റ്സ് ചക്കക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു.